അല്ല, കേന്ദ്രം കൊടുക്കണം, അതിന് സംശയമൊന്നുമില്ല. പക്ഷെങ്കിൽ ഈ സംസ്ഥാനത്ത് നടക്കുന്ന ധൂർത്ത്, ഈ ധൂർത്തടിക്കുമ്പോൾ ഈ സാധാരണക്കാരൻ്റെ പെൻഷൻകാരുടെ വിഷയങ്ങൾ ഓർക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ആ അമ്മയുടെ വികാരം. ചേട്ടാ നമസ്കാരം. എങ്ങോട്ട് പോകുന്നു രാവിലെ? എങ്ങോട്ട് പോകുന്നു? രാവിലെ ഭക്ഷണം ചായ കുടിച്ചാ? ഞങ്ങൾ അവിടെ ഒരു അമ്മയെ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു പെൻഷൻ കിട്ടുന്നില്ല, പെൻഷൻ കിട്ടിയാലേ വോട്ട് ചെയ്യാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ചേട്ടൻ്റെ കാര്യം എന്താ? പെൻഷൻ ഇപ്പോൾ ഒരു മാസം തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പം ഈ അടുത്ത മാസം 2 മാസം കൊടുക്കുന്ന പറയുന്നത്. ആണല്ലേ? അപ്പൊ പെൻഷൻ കിട്ടാത്തോണ്ടൊരു സങ്കടം ഉണ്ടല്ലോ, എന്തായാലും ബുദ്ധിമുട്ടില്ലേ? അതുണ്ട്. ഇല്ലേ? അതെല്ലാവർക്കും നമ്മളെപ്പോലത്തെ ആളല്ല, അതിനെക്കാട്ടും കഷ്ടപ്പെട്ടിട്ട് അതിനെ കൊണ്ട് ജീവിക്കുന്ന അവരെത്രയോ ഉണ്ട് ജനങ്ങൾ. ഈ 1600 കൊണ്ട് ജീവിക്കാൻ വേണ്ടി എത്രയോ കുടുംബങ്ങൾ വയസ്സുള്ളവർ നിൽക്കുന്നുണ്ട്. നമ്മളെ ഒന്നുമില്ലെങ്കിൽ ഒരു കാശിന് ഇടക്കിടക്ക് തൊഴിലിന് പോക്കുണ്ട്. അങ്ങനെ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അമ്മയെ എത്ര അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അതെ. അപ്പൊ ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആരാണെന്നാണ് ചേട്ടനൊക്കെ കരുതുന്നത്? ഉണ്ടാക്കുന്നതെന്നാ അതിപ്പോ ആരുടെ വീഴ്ചയായിരിക്കും? അത് സാമ്പത്തികമായിട്ടും മറ്റേ കേരളത്തിലുള്ള ആൾ പറഞ്ഞ് അത് കേന്ദ്രം നമുക്ക് കടം തരുന്നില്ല എന്നാണ് അഭിപ്രായം പറയുന്നത്. അല്ല, അത് മാധ്യമങ്ങളിലും വരുന്നാന്നല്ലോ. ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടാണ് ഈ അഭിപ്രായം പറയുന്നത്. അല്ലേ? അപ്പൊ ചേട്ടൻ അതിൽ വിശ്വസിക്കുന്നുണ്ടോ കേന്ദ്രം തരാത്തോണ്ടാണ്? അല്ല, അതിലൊരു ചെറിയൊരു ഭാഗം ഇല്ലേ സത്യസന്ധമല്ലേ അഭിപ്രായമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ LDF എതിരാവൂന്ന് കരുതുന്നുണ്ടോ? അത് ഈ പെൻഷൻ കിട്ടാത്തത് ഈ തെരഞ്ഞെടുപ്പിൽ LDF ദോഷമായിട്ട് ബാധിക്കൂ? അത് പറയാൻ കഴിയില്ല അല്ലേ? അത് പക്ഷെ മറ്റു കാരണങ്ങളായിരിക്കും. മൊത്തത്തിൽ എങ്ങനെയാണ് മണ്ഡലത്തിന്റെ ഒരു അവസ്ഥ? ഒരുപാട് മനുഷ്യരെ കാണുന്നതാണല്ലോ ചേട്ടൻ. ചേട്ടന്റെ പേര് ഞാൻ ചോദിക്കാൻ എന്റെ മരത്തൻ അല്ലേ? അല്ല, പഴയ ആളാണല്ലോ നമ്മള്. അതുകൊണ്ട് പഴയ ആളാണെങ്കിലും പുതിയ ആളാണ്. നമുക്ക് പുതിയ ആളാണ്. എന്ത് ചെയ്യുന്നു? ജോലി എന്താ ചെയ്യാ? ജോലി നമ്മൾ കർഷക തൊഴിലാളിയാണ്. അതിന്റെ പെൻഷൻ വാങ്ങുന്ന ആളാണ് ഞാൻ. കർഷക തൊഴിലാളി പെൻഷനാണ് എനിക്ക്. പെൻഷനാണ്. അപ്പം അത് മുടങ്ങുന്നുണ്ടോ? ഇല്ല, കർഷക തൊഴിലാളി എല്ലാ പെൻഷനും ഇപ്പം മുടങ്ങുന്നു. എല്ലാം മുടങ്ങിയിട്ടുണ്ട്. അത് കാരണം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇടക്കിടക്കും തൊഴിലിനെല്ലാം പോകും. ഇവിടെ എങ്ങനെ ജയരാജനാണോ സാധ്യത അതോ സുധാകരനാണോ സാധ്യത? പറയാൻ പറ്റൂല. മത്സരം ഉണ്ടാവും അല്ലേ? മത്സരം, കടുത്ത മത്സരമുണ്ട്. ഈ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ആയിരിക്കും ഇത്തവണയും വോട്ട് ചെയ്യാൻ ആൾക്കാർ പോകാൻ സാധ്യതയില്ല? കഴിഞ്ഞ തവണ ഈ പഞ്ചായത്തിൽ നടക്കം UDF വോട്ട് കിട്ടിയിരുന്നു കൂടുതൽ. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? സാഹചര്യം പറയാൻ കഴിയില്ല. ജനങ്ങളെ ഇപ്പൊ എങ്ങനെയാ തീരുമാനിക്കും നമുക്ക് പറയാൻ കഴിയില്ല. ആർക്കാണ് എന്നാലും സാഹചര്യം അനുകൂലം? രാഷ്ട്രീയ സാഹചര്യം UDF-നാണോ LDF-നാണോ? അതിപ്പോ ഈ വോട്ട് ഈ പെൻഷൻ കൊടുക്കാതെ കൊണ്ട് ചെറിയൊരു അമർഷം ജനങ്ങളിലേക്ക് ഉണ്ട്. ഈ അവർക്ക് മാത്രം പെൻഷൻ വാങ്ങുന്നവര് മാത്രമേ ഇതിൽ അമർഷം ഉണ്ടാവില്ല. മറ്റുള്ളവരെങ്ങനെയാന്ന് പറയാൻ കഴിയും. അവർക്ക് വേറെ കാര്യങ്ങളായിരിക്കും തീരുമാനിക്കുക. ഇന്നിപ്പോ പണിയുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, പണിയെടുക്കാൻ പോകുന്നുണ്ട്. പണിയെടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ ഞങ്ങള് വന്നത് ചേട്ടനെ കാണാൻ. ഇത് ആർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനല്ല, വോട്ട് ചെയ്യാൻ ചേട്ടൻ വരണമെന്ന്. ചേട്ടനടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ വോട്ടും ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? എല്ലാ വോട്ടും ഒറ്റ പാർട്ടിക്കോ പല പാർട്ടികൾക്കോ? പല പാർട്ടികൾക്കോ. അതാണ്. അല്ലല്ല, അങ്ങനെ തന്നെയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വിഷയങ്ങൾക്കനുസരിച്ച് എന്ന് വെച്ചാൽ അന്ധമായ രാഷ്ട്രീയമില്ല. അന്ധമായ രാഷ്ട്രീയമില്ല. അത് ഇപ്പോഴത്തെ ആൾക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്തം കമ്മിയോ അന്തം കുങ്ങിയോ അന്തസംഖ്യയോ അല്ല. അല്ല, പകരം സാഹചര്യങ്ങൾക്കനുസരിച്ച് വോട്ട് ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, നിലവിലിപ്പോ 2024 തെരഞ്ഞെടുപ്പിനെ ചേട്ടൻ എങ്ങനെയാ കാണുന്നത്? അതെന്തുകൊണ്ടാണ് പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പായി ചേട്ടന് തോന്നുന്നത്? ഈ തെരഞ്ഞെടുപ്പ് അത് ഞാൻ പിന്നെ MP സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പാണല്ലോ. അതെ അല്ലേ? അതെ അതെ. അത് ജയിച്ചു വന്നാൽ എന്താണ് മാറ്റം ഉണ്ടാവുന്നത് ചേട്ടൻ കരുതുന്നു? അതങ്ങനെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ജയിപ്പിച്ച് പിന്നെ കേരളത്തിലേക്ക് അയക്കേണ്ടത്. MP സ്ഥാനത്തിലേക്ക് അയക്കേണ്ടത് അവരെയാണ്. അവരെ കൂടുതൽ ചർച്ച ചെയ്തിട്ട് പരിഹാരം ഉണ്ടാക്കണം. അതാണ് അങ്ങനത്തെ MP-മാരെയാണ് അയക്കേണ്ടത്. ഈ മോദി സർക്കാരിനെ കുറിച്ച് എന്താ അഭിപ്രായം? മോദി സർക്കാരിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. ഇല്ല, അഭിപ്രായ വ്യത്യാസമില്ല. മോദി സർക്കാർ ചെയ്യുന്നത് രാജ്യത്തിന് ഗുണമാണെന്ന് കരുതുന്നു. അങ്ങനെ എല്ലാവരും പറയുന്നുണ്ടാവില്ല. എന്റെ അഭിപ്രായം ഞാൻ ചേട്ടൻ പറയുന്നത് ഗുണകരമാണ് എന്നാണ് ചേട്ടൻ വിശ്വസിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ശക്തനായിട്ടുള്ള ഭരണാധികാരികൾ വരണം രാജ്യത്ത്. അതെ, കേരളത്തിലായാലും എവിടെയായാലും ശക്തമായിട്ടുള്ള ഭരണാധികാരികൾ വരണം. ഓക്കെ, അപ്പൊ സന്തോഷം കണ്ടതിൽ. ഞങ്ങളിങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ ഇന്നിപ്പോ പണിയില്ല. എങ്ങോട്ട് പോകുന്നു? പുറത്ത്? ഇല്ല, ഇന്ന് പണിയില്ല. എല്ലാ ദിവസവും പണിയില്ല. ഇപ്പം വേനൽക്കാലം ചൂടല്ലേ? ചൂടാവും. പിന്നെ എങ്ങനെയാ ആദ്യം പണിയെടുക്കാൻ പറ്റും? കുടിച്ചിട്ടാണോ ഇറങ്ങിയത്? രാവിലെ കഴിച്ചിട്ടാണോ എന്തെങ്കിലും ഇറങ്ങിയത്? ചായ കുടിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ശരി, സന്തോഷം.
റോഷൻ മരത്തൻ ചേട്ടാ നമസ്കാരം. അപ്പോൾ ചേട്ടൻ പറഞ്ഞോളൂ, ചേട്ടൻ അങ്ങനെ വ്യത്യസ്തമായ അതായത് ഒരു അന്ധമായ ഒരു രാഷ്ട്രീയത്തിനും പിന്നാലെ ഇല്ല, ഏതെങ്കിലും പാർട്ടിക്ക് മാത്രമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരാളുമല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് വോട്ട് ചെയ്യുന്നു, നിലപാടുള്ള മനുഷ്യരുണ്ട് അല്ലേ, വ്യത്യസ്തങ്ങളെ നിലപാടാണ്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നവരല്ല, അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിനോടൊപ്പം ഒരു പാട്ടും കൂടെ നമുക്ക് കേൾക്കണം. മിനീഷേ, നമുക്ക് ഈ ഇടവഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പാട്ട് കേട്ട് പോകുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ 2 വരി പാട്ട്, അതിനുശേഷം ഒരു ഇടവേള. അപ്പോൾ നമുക്ക് പാടാം അല്ലേ മിനീഷേ? പഠിക്കും. മിനീഷിന്റെ പാട്ട്, രജീഷിന്റെ കൊട്ട് പാട്ടും കൊട്ടും. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ, തമ്പൂരാനെത്തിയിടും മുമ്പേ കരിങ്കാരൻ കോര പറിച്ചാട്ടെ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ, തമ്പൂരാനെത്തിയിടും മുമ്പേ കരിങ്കാരൻ കോര പറിച്ചാട്ടെ. തകതകതാത്തിനും തകത്തൈതാര, തകതിനും തകത്തൈതാര, താത്തിനും തകതകതിനും താരതിനും തകത്തൈതാര, തകതാത്തിനും തകത്തൈതാര, തകതിനും തകത്തൈതാര, താത്തിനും തകതകതിനും തകതാരതിനും തകത്തൈതാര. ആ ഏ ഓ ആ ആ ഏ ഓ ആ. മിനീഷേ, ഇതൊരു ഞങ്ങൾക്കൊരു പുതിയ അനുഭവം. നമ്മളിങ്ങനെ നാട്ടുവഴികളിലൂടെ പാട്ടുപാടി തുടികൊട്ടി എല്ലാ പാർട്ടിയിലും. ഇത് കോൺഗ്രസിന്റെ KPCC മെമ്പറാണ്, ഇത് പഴയ LDFന്റെ പഞ്ചായത്ത് മെമ്പറാണ്, ഇപ്പോൾ ഉള്ള കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡ് മെമ്പറാണ്. എല്ലാ പാർട്ടിക്കാരും നമ്മളുടെ കൂടെയുണ്ട്. BDJന്റെ ചേട്ടൻ ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ കുറച്ച് നേരം. അപ്പോൾ എല്ലാവരും നമ്മളുടെ ഒപ്പം ഉണ്ട്. എല്ലാവരും വോട്ട് ചെയ്യാൻ വരണം. ഇത് നമ്മളൊരു ഉത്സവമായി എടുത്തിരിക്കുക, വോട്ട് ഉത്സവം അല്ലേ.